ഇറങ്ങാം. കർത്താവ് ഇതിന്റെ വഴി തീർന്നോ? നീ ഇത് ഏതൂതാമിലാടാ വണ്ടി കൊണ്ടേ നിർത്തിയേക്കുന്നേ? എന്നോട് ഇവിടെ കൊണ്ടുവിടാനാ പറഞ്ഞേ. എന്നിട്ട് അവനവിടെ? ഇവിടെ എവിടെയെങ്കിലും കാണും. ചേട്ടായി, ചേട്ടായി, ചേട്ടായി. ഓ മോനെ നക്കി. അതൊന്നുമില്ല, ചുമ്മാ കാര്യാക്കണ്ട. എടാ സെറ്റപ്പേ, നീ ആളാകെ മാറിപ്പോയല്ലോ. എന്തായാലും കൊള്ളാം, ആ ഊള ലുക്കൊക്കെ മാറി ഗ്ലാമർ ആയിട്ടുണ്ട്. എന്റെ പൊന്നളിയാ, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാറ്റിക്കല്ലേ. നീ എന്നോട്ടടാ സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ കൊടുത്തില്ലേ? ഇല്ലേ? പിന്നെ നീ എത്ര നേരം എന്നെ അടുക്ക് പറഞ്ഞടാ? അത് ശരി, സാധനങ്ങൾ മേടിക്കാൻ കടയിൽ നിൽക്കുമ്പോഴല്ലേ ഈ നക്കീനെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞേ. സോറി ചേട്ടാ. എന്റെ ദൈവമേ, എന്നാ പിന്നെ ഇവിടെ സമയം കണ്ടിട്ട് പോയി സാധനം മേടിച്ച് വിട്ട് പോറാം. ഓഹോ, ഇപ്പൊ അങ്ങനെയായില്ലേ? ചേട്ടനായി പോയില്ല, ഞാൻ ചവിട്ടിക്കുട്ടി ഞാൻ കൊണ്ടുവത്തി തോത്തിയെ. വാടാ. നീ ഇത് എങ്ങോട്ടായി പോകുന്നേ? വാടാ. അല്ലളിയാ, നീ എന്നെ ഒറ്റയ്ക്ക് പോന്നേ? അവന്മാരൊക്കെ എന്തി? അവന്മാരൊക്കെ ഇങ്ങ് വന്നോളൂടാ. ഒരുമിച്ചൊക്കെ വരാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ ചെലവാ. ഇതാവുമ്പോ എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാ മതിയല്ലോ. ഒരു മാറ്റം എന്നടാ? ഒന്നുമില്ല, നീ വാ. ഇതെന്തോടാ ഇത്? നിങ്ങക്ക് ചെയ്യാനുള്ള വീട്. ഇതെന്തോടാ, ഭാർഗവി നിലയോ? എങ്ങനെയുണ്ട്? പിന്നെ കൊള്ളാം, നന്നായിട്ടുണ്ട്. പെങ്ങടെ കല്യാണത്തിന് കൂട്ടുകാരന്മാർക്ക് വേണ്ടി പ്രേതാലയം സെറ്റ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ കൂട്ടുകാരൻ നീ ആയിരിക്കും. വാ. എന്നാലും ഇത് ഇച്ചിരി കൂടിപ്പോയി അളിയാ. പാർട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഇതൊരുമാതിരി. ഇവിടെ എങ്ങനെയൊക്കെയാടാ? അല്ലെ പിന്നെ അങ്ങ് റൂം എടുക്കാൻ ടൗണിലേക്ക് കൊണ്ടുവരും. അങ്ങോട്ടുള്ള പോക്കും വരെ നമുക്ക് വലിയ പാടാ. എന്നാ പിന്നെ നിനക്ക് നല്ലൊരു വീട് നോക്കത്തില്ലായിരുന്നോ? എടാ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് പറഞ്ഞ് സെറ്റാക്കിയതാ. പക്ഷെ സമയമായപ്പോഴത്തേക്കും വെള്ളോടി ഒച്ചപ്പാടം ഉണ്ടാക്കാനാണ് ഈ വീട് വല്ലതും പറഞ്ഞ് പുള്ളി കാര്യം മാറി. ഇതാകുമ്പോൾ എനിക്ക് പരിചയമുള്ള ഇവിടെ നിങ്ങൾ എന്ത് കാണിച്ചു കൂട്ടിയാലും ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയില്ല. അല്ലടാ, എന്നാലും ഒരെന്നാലും ഇല്ല, 2 ദിവസത്തെ കേസല്ലേ ഉള്ളൂ. വാ. അല്ലടാ, ഇതന്നെ ആ വാതിൽ ഓർക്കാണ്ട് ഈ വാതിൽ ഓർന്ന് കയറുന്നേ? അത് തുറന്നിട്ട് ഒരുപാട് കാലമായടാ. അതിപ്പോ അങ്ങനെ തുറക്കാറൊന്നുമില്ല. കണ്ടാ എങ്ങനെയുണ്ട്? പിന്നെ ബെസ്റ്റ് അല്ലേ? എങ്ങനെ ഒപ്പിച്ചെടുത്തു? അതല്ലേ പറഞ്ഞത് നമ്മുടെ പരിചയത്തുള്ള ഒരു ചേണ്ട വീടാണ്. പുള്ളിയുടെ അനിയൻ പുള്ളി ആയിരുന്നു ഇവിടെ താമസിച്ചോണ്ടിരുന്നത്. കാര്യം പുള്ളി അടിപൊളി കമ്പനിയൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പുള്ളി കയറി അങ്ങ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയോ? എന്തിനാ? എന്തിനാ ഏതിനാന്നൊന്നും അറിയത്തില്ല. പിറ്റേന്ന് ജേക്കപ്പേട്ടൻ വന്ന് നോക്കിയപ്പോൾ പുള്ളി അവിടെ തൂങ്ങിയിപ്പുണ്ട്. അത് പിന്നെ ഇങ്ങോട്ട് അങ്ങനെ ആരും വരാറൊന്നുമില്ലടാ. ഇടയ്ക്ക് ജേക്കപ്പേട്ടൻ വന്ന് തൂത്തും തുടച്ചൊക്കെ ഇടും. പിന്നെ ഞങ്ങൾ കുറച്ചൊരു കമ്പനി കൂടാനൊക്കെ ആയിട്ട് വരും. അത്രേ ഉള്ളൂ. അയ്യോ, സംസാരിച്ച് സമയം പറഞ്ഞില്ല. എനിക്കാണ് അവിടെ ചെന്നിട്ട് 100 കൂട്ടം പണിയുള്ള. നീ ഒരു കാര്യം ചെയ്യ്, അമ്മാരെ വന്നപ്പോൾ അമ്മാരെ കൂട്ടി അങ്ങ് പോരാട്ടോ. ഞാൻ പോയേക്കുവാ. ശരി എന്നാ. എടാ അല്ല, ഞാനിവിടെ ഒറ്റയ്ക്ക്. എന്തേ, നിനക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ. എടാ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ കമ്പനിയോട് പറഞ്ഞേ. പോരാത്തതിന് കുറച്ച് കഴിയുമ്പോൾ അമ്മാരും വരും. പിന്നെ എന്ത് പേടിക്കാനാ? നീ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ വീട്ടിൽ കാണും. കാര്യം ഞാൻ കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞെങ്കിലും അവന്മാരും എന്നെ വരെ നീ പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. അതെന്നടാ? അല്ലടാ, നാട്ടുകാരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പുള്ളിയുടെ ആത്മാവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കണ്ടെന്നോ ആരൊക്കെയോ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ പോക്കട്ടെ എന്നാ. പിന്നെ ആത്മാവ് കോപ്പാണ്. ലൈറ്റ് പോയതിന് എൻ്റെ പാർട്ടി കോപ്പ്.
കിടന്നത് എങ്ങനെ അവിടെ? നീയായിരുന്നോ? അതെ ഞാൻ തന്നെ. നീ എപ്പോ എത്തി? ഞാൻ വന്നിട്ട് കുറെ നേരം ഇടാ. എന്നെ പിന്നെ വിളിച്ച ആ ഫോണിൽ നിന്ന് എടുത്തു കോപ്പേ. നീ വിളിച്ചാർന്നല്ലേ? ഇല്ല, നീ ആ ഫോണിൽ നിന്ന് എടുത്തു നോക്കി. സോറി അളിയാ, ഞാൻ ചിലപ്പോ കുളിക്കാൻ പോയപ്പോയിരിക്കും നീ എന്നെ വിളിച്ചേ, അതാ. അല്ലടാ, അവന്മാരൊക്കെ എവിടെ? എനിക്കറിയില്ല. 9 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരാന്ന് പറഞ്ഞാ ഒരു 1.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് നോക്കി. ഞാൻ നോക്കിയിട്ട് ആരും കണ്ടില്ല. പിന്നെ നേരെ പോകുന്നു. എന്നാ ദൂരാടാതെ ഇങ്ങോട്ടേക്ക്. നടന്ന് മനുഷ്യന്റെ ഊപ്പാടിളകി. ഇവരുടെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഒന്നുമില്ലേ? നീ അപ്പൊ ഇങ്ങോട്ട് നടന്നാണോ വന്നേ? നിനക്ക് അജയിനെ ഒന്ന് വിളിക്കുവാ, നീ അവൻ വണ്ടി അയച്ചേനല്ലോ. അതിന് അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ? പണ്ടറങ്ങാൻ. നീ ഏതായാലും ഒന്ന് ഫ്രഷ് ആവ്. ഒന്ന് കുളിക്കുമ്പോഴേക്കും എല്ലാം സെറ്റ് ആവും. ദേ കുളിമുറി ദേ അവിടെയാ. അപ്പൊ ഇതൊക്കെ എവിടെ വെക്കും? അതാ റൂമിലേക്കെങ്ങാനും കയറ്റി വെക്കും. ശരി. നീ വിളിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ തള്ളിയതാ അല്ലേ? ജിത്തുവേ, ഇവനെന്നെ അവിടെ കിടന്ന് ഉറങ്ങി. ജിത്തുവേ, ജിത്തു, നീ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് മിസ് കോളൊന്നും കാണുന്നില്ലല്ലോ. ജിത്തുവേ, ജിത്തു, ജിത്തുവേ. എടാ ജിത്തുവേ, നീ എവിടെയാ ജിത്തു? എടാ, പണ്ടറക്കാലിനാണ് ഈ കോപ്പിലെ കഥയും പറഞ്ഞ് പേടിപ്പിച്ചും വെച്ചേക്കോ മനുഷ്യനെ. ഇതിപ്പോ എങ്ങോട്ടോ വഴി. എടാ ജിത്തുവേ, ഡാ നീയോ? നീ ഇതെപ്പോ വന്നു? ഞാനിപ്പോ വന്നോളൂ. അല്ല, അപ്പൊ ഈ വാതിലടച്ച്? വാതിൽ തുറക്കണ്ട്. ഞാൻ 2 തവണ വിളിച്ചു നോക്കി. ആരെ ഒച്ചനൊക്കെ ഒന്നും കേൾക്കാത്തോണ്ട് ഞാനും കയറി പോന്നു. അല്ല, അപ്പൊ ഈ വാതിൽ അടച്ചാരാ? അതെ, വാതിലടച്ച് ഞാനാ. നീ വന്നിട്ട് കുറെ നേരമായോ? എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ? അല്ല, അമാരൊക്കെ എന്താ നിനക്ക് എന്നാ പറ്റി? എടാ, അമാരും വന്നില്ല എന്ന്. അല്ല, നീ ഒറ്റയ്ക്കാണോ വന്നേ? പിന്നല്ലാതെ. അവന്മാരൊക്കെ എവിടെ? അമാരെ കാര്യം വെച്ചപ്പോ എന്റെ പേടി. എന്താടാ? 9 മണിയാകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ. ഞാൻ എത്തിയപ്പോഴെങ്കിൽ ലേറ്റ് ആയി പോയി. പിന്നെ അമാര് വിളിച്ചാൽ അമാര് വായിരിക്കണം കേൾക്കണമെന്ന് ഓർത്തപ്പോൾ വിളിക്കാനും നിന്നില്ല. നേരെ ഇങ്ങ് പോന്നു. അമാരിങ്ങ് എത്തില്ലല്ലേ, ഭാഗ്യം. എടാ, ജിത്തു വന്നായിരുന്നു. ജിത്തു? എന്നിട്ട് അവനെന്തി? അതാടാ ഞാനും നോക്കുന്നേ. അവനിപ്പോ കാണാനില്ല. കാണാനില്ലേ? അവനോടെ പോയി? അറിയില്ലടാ. അവൻ വന്നെങ്കിൽ എവിടെ പോനാ? അവരുടെ അടുത്ത് തന്നെ കാണും. വന്നേ നോക്കാം. ഇല്ലടാ, ഞാനിവിടെ മുഴുവൻ നോക്കി, അവനെവിടെയെങ്കിലും കാണാനില്ലടാ. ഇനി പുറത്തേക്കെല്ലാം പോടാ അവിടെ വന്ന് കേറി ഉടനെ കുളിക്കാനാന്നും പറഞ്ഞ് അകത്തോട്ട് കയറി പോയനാ. 2 മിനിറ്റ് പോലും ആയില്ല. ചെന്ന് നോക്കിയപ്പോ അവനെയും കാണാനില്ല, അവന്റെ ബാഗും കാണാനില്ല. എടാ, അജയ് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? ഇവിടെ ഒരാള് തൂങ്ങിച്ചത്തതാന്ന്. ഇനി അയാളെങ്ങാലും ഒന്ന് പോടാ. ഇനി ഓരോന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് പഠിപ്പിക്കല്ലേ. എടാ, എനിക്ക് പേടിയാവുന്നടാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ജിത്തോടെ തരണം, അത്രയല്ലേ ഉള്ളൂ. നിക്ക്.
കിട്ടുന്നില്ലല്ലോടാ. ബേസിൽ നിന്ന് വിളിച്ചോക്കാം, അവരോട് കാണുമെങ്കിലും. വിളിക്ക്. ഹലോ ബേസിലെ. ഹലോ ഹലോ ബേസിലെ, നീ എവിടെയാ? എടാ ജിത്തോണ്ട് നിന്റെ കൂടെ. അവന്റെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവനെ വിളിച്ചാൽ കിട്ടില്ല, അവന്റെ ഫോൺ ഓഫാ. വരുന്ന പരിപാടി ഉണ്ടെന്നാ പറഞ്ഞേ, താമസിച്ച് വരുമെന്ന് പറഞ്ഞു വിളിച്ചായിരുന്നു. അപ്പൊ അവൻ നിന്റെ കൂടെ ഇല്ലേ? അതല്ലേ പറഞ്ഞു ഇല്ലെന്നാ. എന്താ കാര്യം? എടാ എടാ അവനെ ഒന്നുമില്ലടാ, ഞങ്ങള് നീ ഒരു കാര്യം ചെയ്യ, നേരെ ഇങ്ങനെ പോകുന്നേ, ഞങ്ങളോട് ഉണ്ട് കേട്ടോ. എടാ അവനിവിടെ അവിടെ നിക്ക്. കേട്ടോ, അവനിങ്ങ് വന്നിട്ട് പോലുമില്ല. അവനെ നീ ഇവിടെ വെച്ച് കണ്ടു. അല്ലടാ ഞാൻ കണ്ടതാ, സത്യമായിട്ട് ഞാൻ അവിടെ വെച്ച് ഒറ്റ കീറോ ചെന്നാണ്ടല്ലോ, ബാക്കിയുള്ള പേടിപ്പിക്കാനായിട്ട് തേണ്ടി. എടാ ഇപ്പൊ പക്ഷെ അവനിപ്പോ ഇവിടെ വന്നവൻ എങ്ങനെ അങ്ങോട്ട് ഇനി അവനപ്പുറം കാണൂ. ദൈവമേ. എന്താ? ഏയ് ഒന്നുമില്ല. എനിക്കൊന്നൊരു ക്ഷീണം പോലെ, ഞാനൊന്ന് കിടക്കട്ടെ. അമാരനും ഒന്ന് വിളിച്ചേരെ. ആ ആ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ആളെ കാണാനില്ല. ഓ ആ തോന്നിയതായിരിക്കും. രണ്ടെണ്ണം നേരത്തെ എത്തിയല്ല. എന്നിട്ട് അവനെന്തേ എബി? അകത്ത് കിടപ്പുണ്ട്. യാത്രാ ക്ഷീണം തോന്നി. അതങ്ങനെയല്ലേ വരൂ. എടാ അതൊക്കെ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും. ചോദിക്കും, ഞാനിപ്പോ എവിടുന്നാ വരുന്നെന്ന് ചോദിക്കും. ചോദിക്കടാ. എവിടെന്നാ? എടാ ഗോവ. എടാ എപ്പോ നോക്കിയാലും ഓഫീസോ ജോലി എന്നൊക്കെ പറഞ്ഞിരിക്കാതെ ഇടയ്ക്ക് വല്ലപ്പോഴും ലീവൊക്കെ എടുത്ത് ഇതുപോലെ ചെറിയ ട്രിപ്പൊക്കെ പോണം. പുതിയ ആൾക്കാര്, പുതിയ ഭക്ഷണം, പുത്തൻ അനുഭവങ്ങള്. ടോട്ടലി എനർജി വൈബാണ് മാൻ. അതിന് ഒന്നുമില്ല. നീ ആ ബാഗൊക്കെ അവിടെ വയ്ക്ക്. നമുക്ക് ഉള്ള നേരത്തെ എബീനെയും കൂട്ടി കല്യാണ വീട്ടിലേക്ക് ഇരിക്കാം. അതെങ്ങനെ ശരിയാവും? ജിത്തു ഇതുവരെ വന്നില്ലോ. അവൻ നേരെ അങ്ങ് വന്നോളും. എനിക്കാണ് ഇവിടെ നിന്നിട്ട് പ്രാന്ത് പിടിച്ചിട്ടും മാറില്ല. അപ്പൊ അതാണ് കാര്യം. വഴിയുണ്ടാക്കാം. നല്ല ഒന്നാന്തരം ഗോവൻ സ്പെഷ്യൽ. ഇതെവിടുന്നാ? അതല്ലേ പറഞ്ഞ ഗോവന്നാന്ന്. നീ എങ്ങോട്ടാ? എബീനെ വിളിക്കണ്ടേ? അതൊക്കെ ഞാൻ വിളിച്ചോളാം. നീ ഗ്ലാസ് വെള്ളം എടുത്തു വെക്കും. അതൊക്കെ എപ്പോ എടുത്തെന്ന് ചോദിച്ചാ പോരെ. ആ പച്ചക്കിളി, ആ മുത്തിച്ച ഇവനെവിടെ പോയി? ബേസിലേ, ബേസിലേ, ബേസിലേ. ഇനി എബിയുടെ അടുത്തുണ്ടാവൂ. ആ പോയി നോക്കാം. ബേസിലേ, ഡാ നീ പൊട്ടനിത് അവിടെ. ബേസിലേ, ബേസിലേ. ഇനി ഈ പ്രാന്തന് തേയിലേ പോയി കിടക്കുവാന്ന് ആർക്കറിയാം. ഡാ ബേസിലേ, ബേസിലേ, ഡാ ബേസിലേ.
ബേസിലേ ദാ. അയ്യോ എബി 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 വന്നേ വന്നേ വാ അവിടെ അവിടെ വന്നേ എടാ. വാ വന്നേ ഏ? അവിടെ നീ അങ്ങോട്ടേ കൊണ്ടുവന്നേ ഏ? ആ, എടാ, എടാ, ഇവിടെ അവിടെ നോക്ക് ഇവിടെ തൂങ്ങി ഇങ്ങനെ എടാ എടാ എന്നതാടാ ഏ എടാ ഇവിടെ എന്തോ കുഴപ്പമുണ്ട് നമുക്ക് ഇവിടുന്ന് വേഗം പോവാം കുഴപ്പോ എന്ത് കുഴപ്പം കുഴപ്പം മാത്രമേ ഉള്ളൂ നീ ബേസിലെ കൂടി വിളിക്കുക നമുക്ക് വേഗം ഇവിടുന്ന് പോണം ബേസിലാ ആ വന്നാ വന്നടാ അവനും വന്നു ഏ എന്നിട്ട് അവനെവിടെ അവന്റെ ഇവിടെ കുപ്പിയൊക്കെ വെച്ച് എനിക്ക് അറിയില്ലടാ ഓ മനുഷ്യൻ ചുമ്മാ പ്രാന്തിന്റെ കാര്യം വെച്ചാ പറയടാ പുല്ലേ ഞാൻ പറയണ കേക്ക് ഞാൻ ആദ്യം ഒന്ന് പറയണ നീ കേക്ക് ഞാൻ പറയാം ആദ്യന്റെ ജിത്തു വന്നു ജിത്തു ഇവിടെ വന്ന് കുളിക്കാനാന്ന് പറഞ്ഞത് ആ റൂമിലേക്ക് പോയി പിന്നെ ഞാൻ നോക്കിയപ്പോ ജിത്തുവിനെ കാണുന്നില്ല അത് കഴിഞ്ഞ് ബേസിൽ ഇവിടെ വന്ന് ഇവിടെ കുപ്പിയൊക്കെ എടുത്തു വെച്ച് ഞാൻ വെള്ളം എടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോ ബേസിലിനെ കാണുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഇവിടെ ഒരു കെട്ടി തൂങ്ങി ചത്ത് കിടക്കുവാടാ എടാ നമുക്ക് ഇവിടുന്ന് പോവാ എനിക്ക് പേടിയാടാ നമുക്ക് പോവാടുന്ന് ഇവിടെ എന്തോ കുഴപ്പമുണ്ട് പോവാ എന്താടാ ആ പോയി നോക്കി ഇല്ല വന്നേ വാടാ ഞാനില്ലേ വാ പോടാ പോടാ പുല്ലേ മനുഷ്യൻ ചുമ്മാ പേടിപ്പിക്കാനായിട്ട് പൂച്ചയാടാ എൻ്റെ അമ്മ എന്തായാലും ഇനി ഇവിടെ ഇരിക്കണ്ട നമുക്ക് അജയ് അടുത്തേക്ക് പോവാം വാ എടാ നീ ഇത് എപ്പോഴാ അപ്പുറത്തേക്ക് പോയത് ആര് ഏ എടാ നീ നോക്ക് അവിടെ എവിടെടാ? നോക്കടാ നോക്ക് നീ നോക്ക് ഇവിടെ എന്നാ? ഒന്നുമില്ലല്ലോ ഏ എന്നാടാ ഏ എബി 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 എന്താടാ പേടിച്ചു പോയി നീ അവിടെ നീയോ എബി എവിടെ ഹിബിയോ എന്താടാ Ah!
ഒരു മടക്കുള്ള ചാൻസ് ഉണ്ടെന്നാ തോന്നണം. എടാ കുര്യാക്കോ, നീ നേരത്തെ എത്തിയോ? അതെ ഞാനാ. നിനക്ക് എന്നടാ പറ്റിയത്? എടാ ഇവന് തന്നെടാ പറ്റിയ ഭ്രാന്ത് അല്ലാതെ തന്നെ. വാടാ. ആ എടാ അജയ്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ അല്ലാണ്ട് ഞാൻ പിന്നെ അവിടെ പോകാനടാ. എടാ നമ്മുടെ കുര്യാക്കൊക്കെ എന്നാ പറ്റി? അവനെന്താ ഇറങ്ങി ഓടിയേ? അവന് ഭ്രാന്ത്. കോളേജിൽ വെച്ച് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അല്ല എന്നാലും അവനെവിടെ പോയിട്ട് അവനിക്ക് വന്നോളൂ നീ. ഓ ഏനാ വീടാടാവേ, അടിപൊളി ആംബിയൻസ്. അപ്പൊ അങ്ങനെ സെറ്റപ്പ് ഒക്കെ എല്ലാം റെഡിയാ, കേറി വാ. ഇന്ന് വാ. ആഹാ. കുര്യാക്കോ, നീ ഇതെങ്ങോടാ? നിനക്ക് വച്ചിട്ടുണ്ടാ പോടാറി. കുര്യാക്കോ, ചേട്ടാ ഒരു ലിഫ്റ്റ് തരൂ.